കണ്ണൂർ തളാപ്പിലെ ആംബുലൻസ് പാർക്കിംഗ് ഇല്ലാതാക്കാൻ ഗൂഢനീക്കമെന്ന് പരാതി. പതിറ്റാണ്ടുകളായി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ആംബുലൻസുകൾ ഒരു സുപ്രഭാതത്തിൽ മാറ്റണമെന്നാണ് കോർപ്പറേഷന്റെ വാദം. എന്നാൽ ഈ ആവശ്യത്തിന് പിന്നിൽ ചില സ്വകാര്യ വ്യക്തികളുടെ താൽപര്യമാണെന്ന ആരോപണം ഉയരുന്നു. കണ്ണൂർ നഗരത്തിൽ പതിറ്റാണ്ടുകളായി ആംബുലൻസുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. നഗരത്തിലെ വിവിധ ആശുപത്രികളിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന സ്ഥലം. എന്നാൽ ഇവിടെ നിന്ന് ആംബുലൻസ് പാർക്കിംഗ് മാറ്റണമെന്നാണ് കോർപ്പറേഷൻ ഒരു സുപ്രഭാതത്തിൽ ആവശ്യപ്പെട്ടത്. ബദൽ സംവിധാനമൊന്നും ഒരുക്കാതെയായിരുന്നു ഈ നീക്കം. ട്രാഫിക്കിൽ നിന്നാണ് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മുതൽ ഇവിടെ വണ്ടി വെക്കാൻ പാടില്ല, പിന്നെ വണ്ടി ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ ഫൈൻ ഇടുന്നുള്ളതിലാണ് സംസാരിച്ചിട്ടുള്ളത്. സജ്ജീകരണം നമുക്ക് കണ്ടെത്തി തരുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റാൻ തയ്യാറാണ്. അത് നമ്മളിപ്പം പറഞ്ഞു, ഇതിൻ്റെ പിന്നെ വലതുവശത്തായിട്ടൊരു കാലി സ്ഥലമുണ്ട്. അത് പറഞ്ഞാൽ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആയിരിക്കും കോൺട്രാക്ട് കൊടുത്തിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് അത് തരാൻ പറ്റൂല എന്നുള്ളതിലാണ് പറഞ്ഞിട്ടുള്ളത്, മേയർ പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് വണ്ടി എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ ഇതൊരു ജീവൻ രക്ഷാ വാഹനമാണ്. നമുക്കൊരു വേറൊരു സൗകര്യം തരാതെ നമ്മളെങ്ങനെ മാറ്റുക? അത് പൊതുജനങ്ങളും കൂടി അറിയേണ്ട കേസുകളാണ്. അപ്പോൾ മേയർ ഒരു കാരണവശാലും ഇവിടെ വെക്കാൻ പാടില്ല, ഇവിടെ ബ്ലോക്കാണ്. നമുക്കത് കേരളത്തിൽ തന്നെ ആംബുലൻസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് വന്ന് ആംബുലൻസുകൾ മാറ്റാൻ പറഞ്ഞാൽ വണ്ടിയുമായി എവിടെ പോകുമെന്നാണ് ഡ്രൈവർമാർ ചോദിക്കുന്നത്. ആംബുലൻസ് പാർക്കിംഗുമായി ബന്ധപ്പെട്ട പരാതി നൽകിയവർ ചില സ്വകാര്യ വ്യക്തികളുടെ താൽപര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവും ഉയരുന്നു. ബാക്കിയുള്ള വാഹനം പോലെയല്ല, ഇത് എമർജൻസി വെഹിക്കിളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗൗരവം കൂടി നമ്മളെ മേയർ മനസ്സിലാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു സംവിധാനം ആക്കി തരണം. അതേസമയം ട്രാഫിക് ബ്ലോക്കാണ് ആംബുലൻസ് പാർക്കിംഗ് മാറ്റാനുള്ള കാരണമായി കോർപ്പറേഷൻ പറയുന്നത്. എന്നാൽ തിരക്കൊഴിവാക്കാൻ വൺ വേ ആക്കിയിരുന്ന റോഡ് ആർക്കു വേണ്ടിയാണ് അങ്ങനെ അല്ലാതാക്കിയതെന്ന ചോദ്യവും ഉയരുന്നു. ജനം, കണ്ണൂർ.